EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മടക്കിയിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും അന്വേഷണ റിപ്പോർട്ട് നൽകാനാണ് കോട്ടയം SP നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, EP ജയരാജന്റെ ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്താനായിരുന്നു ഇക്കാര്യത്തിൽ നേരത്തെ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ EP ജയരാജൻ അതേപോലെ തന്നെ DC ബുക്സ് അതടക്കമുള്ള ആളുകളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് കോട്ടയം SP പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമിന് നൽകിയത്. എന്നാൽ ഇതിലെ മൊഴികളിൽ വ്യക്തതക്കുറവുണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മടക്കിയത്. ഇക്കാര്യത്തിൽ വീണ്ടും വിശദമായ അന്വേഷണം നടത്താൻ കോട്ടയം SP മനോജ് എബ്രഹാം നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഉന്മേഷ്, ഇനി ഏത് തരത്തിലൊരു അന്വേഷണം, അത്തരത്തിൽ എന്തെങ്കിലും നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ടോ ഇതിന്റെ ഭാഗമായിട്ട് ഷഫീദ്? ഈ വ്യക്തത വരുത്തേണ്ട കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഉന്മേഷ, സ്വാഭാവികമായും ഇക്കാര്യത്തിൽ EP ജയരാജന്റെ മൊഴി അതേപോലെ തന്നെ DC ബുക്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്ന മൊഴി, ഈ രണ്ട് കാര്യങ്ങളിലും അവ്യക്തത ഉണ്ട് എന്നുള്ള കാര്യമാണ് നിലവിൽ ഇപ്പോൾ മനോജ് എബ്രഹാം ഈ റിപ്പോർട്ട് മടക്കാനായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളുടെ മൊഴി ശേഖരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, അന്വേഷണം പല വഴിക്ക് നീക്കണം, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ വിഷയം കൂടിയാണ്. അതിനും അപ്പുറത്തേക്ക് ഇക്കാര്യത്തിൽ ഈ DC ബുക്സുമായി കരാറുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. അതിനെല്ലാം അപ്പുറത്തേക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ കണ്ടന്റ് അത് ഏത് രീതിയിലാണ് DC ബുക്സിലേക്ക് എത്തിച്ചേർന്നുള്ള കാര്യം പരിശോധിക്കണം. ഈ വിഷയങ്ങളിലെ മൊഴികളുമായി ബന്ധപ്പെട്ട പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നുള്ളതാണ്, അപൂർണം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഈ റിപ്പോർട്ട് മടക്കാനുള്ള കാരണമായി മനോജ് എബ്രഹാമിന്റെ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉന്മേഷ്, ശരി ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്.